നമസ്തേ. മനുഷ്യായുസിനെ കുറിച്ച് ഒരു പഴങ്കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം. പല ജീവികളെയും സൃഷ്ടിച്ചതിന് ശേഷം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ മറ്റുള്ള ജീവികൾക്കൊന്നും സാധിക്കുന്നില്ല. ആ വിശേഷപ്പെട്ട സൃഷ്ടിയായ മനുഷ്യന് ഭഗവാൻ അനുവദിച്ചത് 40 വയസ്സ് ആയുസാണ്. സാധാരണ ഒരു സാധനം കിട്ടി തൃപ്തിയായില്ലെങ്കിൽ പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തന്ന ആളുടെ അടുക്ക തന്നെ നിൽക്കുക, തലയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കുറച്ചും കൂടി വേണമെന്നുള്ള രീതിയിൽ അഭിനയിക്കുക, അങ്ങനെയാണല്ലോ പതിവ്. ഇവിടെ മനുഷ്യനും ഈ ആയുസ്സിൽ തൃപ്തിയാവാതെ അവിടെ തന്നെ നിന്നു എന്നാണ്. അപ്പോൾ മറ്റു ജീവികളൊക്കെ ഉണ്ട് അവിടെ. അതിൽ കഴുത തനിക്ക് കിട്ടിയ 40 വയസ്സിൽ 20 വയസ്സ് മനുഷ്യന് നൽകാൻ തയ്യാറായി. ഏതായാലും കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് വേണ്ടത്, അത് കുറയ്ക്കാലോ. അപ്പോഴും മനുഷ്യന് തൃപ്തിയായില്ല എന്നാണ്. അത് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന പട്ടി തനിക്കുള്ള 40 വയസ്സിൽ 20 വയസ്സ് മനുഷ്യന് നൽകി. വീടിന് കാവലിരിക്കുകയാണല്ലോ തൻ്റെ പണി, അത് കുറയ്ക്കാലോ. അങ്ങനെ 80 വയസ്സായി, എന്നിട്ടും മനുഷ്യന് തൃപ്തിയായില്ല. ആ സമയത്ത് മറ്റൊരു ജീവി, അത് കുരങ്ങനാണെന്ന് ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്, മൂങ്ങയാണെന്നും പറയുന്നുണ്ട്. ഏതായാലും ആ ജീവിയും തനിക്ക് കിട്ടിയ 40ൽ 20 വയസ്സ് മനുഷ്യന് നൽകി. അങ്ങനെ മനുഷ്യന് 100 വയസ്സായി. ഈ 100 വയസ്സിൽ 40 വയസ്സ് ഭഗവാൻ അനുവദിച്ച് നൽകിയത് നമുക്ക് സുഖമായിട്ട് ജീവിച്ച് കഴിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ 20 വയസ്സ് കഴുതയിൽ നിന്ന് കിട്ടിയതാണ്. അത് കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മുടെ നടുവൊടിയും. അതാണ്. പിന്നെ അടുത്ത 20 വയസ്സ് റിട്ടയർമെൻറ്റ്, 60 വയസ്സ് കഴിഞ്ഞിട്ട് പട്ടിയെ പോലെ വീടിന് കാവലിരിക്കുക. വീട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ വേറെ വല്ലവരോ പ്രായമായവരോ ഒക്കെ ഉണ്ടെങ്കിൽ അധികം പുറത്തൊന്നും പോയി പണിയെടുക്കാണ്ട്. അതും കഴിഞ്ഞ് 80 വയസ്സായി കഴിഞ്ഞാൽ ശരിക്കും വർത്തമാനം പറയാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കുട്ടികളുടെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് മൂളി കഴിച്ചു കൂട്ടുക. അങ്ങനെയാണ് നമ്മൾ 100 വയസ്സ് പൂർത്തിയാക്കുന്നത്. സാധാരണയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. പലരുടെയും കാര്യത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ കണ്ടേക്കാം. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ അനുവദിച്ചു തന്ന 40 വയസ്സ് ആയിരുന്നുവെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ജീവിതം കഴിക്കാമായിരുന്നു. ഇപ്പോൾ അധികം വേണമെന്ന് വിചാരിച്ച് മറ്റു പലരിൽ നിന്നൊക്കെ നേടിക്കഴിഞ്ഞപ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ഭഗവാൻ എന്താണോ അനുഗ്രഹിച്ച് നൽകുന്നത് അത് സ്വീകരിക്കുക, അതിൽ സന്തോഷിക്കുക, സുഖമായിട്ട് കഴിയുക. അങ്ങനെയാണ് വേണ്ടത്. അധികമായിട്ട് നമ്മൾ പ്രയത്നിച്ചൊക്കെ നേടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ധനമായാലും ശരി, സ്ഥാനമായാലും ശരി, മറ്റ് ഐശ്വര്യമൊക്കെ ആയാൽ തന്നെയും അത് നേടാൻ വിഷമം, കഴിഞ്ഞാൽ നിലനിർത്താൻ വിഷമം, കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ അതിനേക്കാൾ സങ്കടം. അപ്പം അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് അനുവദിച്ച് നൽകുന്നത് എന്താണോ അതിൽ തൃപ്തിപ്പെട്ട് സുഖമായിട്ട് കഴിയുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമസ്കാരം. ഈ കഥ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം സൂചിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമസ്കാരം.